നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പഴയനൂർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. നമുക്ക് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി ഇതാണ്. നല്ല വീതി കൂടിയ താരട്ട റോഡാണ്. ഇത് വന്നിട്ട് നമ്മളുടെ പഴയനൂർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഈ വീട് നിൽക്കുന്നത് ഒരു 30 സെൻറ്റ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം, ഹാള്, കിച്ചൺ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടാണ്. വീട് ആകെ ഒരു 2 മുതൽ 3 വർഷം പഴക്കമുള്ള വീടാണ് ഈ വീട്. നമ്മളുടെ ഈ വീടിൻ്റെ എൻട്രൻസ് അതാ അവിടെ നമ്മുടെ കാർ നിൽക്കുന്ന ആ സ്ഥലം മുതൽ അതേപോലെ ഈ കാമ്പൗണ്ട് മതിൽ കഴിയുന്നത്ര ഇത്രയും വീതി ഇവിടെയുണ്ട്. എത്ര വലിയ വണ്ടിക്ക് വേണമെങ്കിലും ധാരാളം വരുന്നത്ര സ്ഥല സൗകര്യത്തോടെ കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. മൊത്തം ഈ പ്രോപ്പർട്ടി ഈ വീട് നിൽക്കുന്ന ഭാഗം ഒരു 30 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിലും ഇതിൻ്റെ ചേർന്ന പോലെ ബാക്ക് സൈഡ് റബ്ബർ തൊടിയാണ്. അതും ഇതേ ഉടമസ്ഥൻ്റെ തന്നെയാണ്. അത് വന്നിട്ട് 3 ഏക്കർ 70 സെൻറ്റോളം സ്ഥലം വരും. അപ്പോൾ വീട് മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ വീട് മാത്രം എടുക്കണം കഴിയും. ഇല്ല, മൊത്തം ഈ സ്ഥലം അടക്കം വീടടക്കം എല്ലതും കൂടിയിട്ട് 4 ഏക്കറയിൽ വീടും ബാക്ക് സൈഡിലുള്ള റബ്ബർ തൊടിയും കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാൻ പറ്റിയ രീതിക്കുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഞാൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഉള്ളിക്കയറി എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ്. നല്ല രീതിക്കുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വീടിൻ്റെ 2 ഭാഗത്തും ഇൻ്റർലോക്കിംഗ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ട് നല്ലൊരു ഗാർഡനിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സകലവിധമായ മരങ്ങളും തേക്ക് മരങ്ങളാണ്. വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഈ കാണുന്ന പാക്കുമരവും വാഴയും വെച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ പുറകുവശത്താണ് നമ്മളുടെ റബ്ബർ തൊടി ഉള്ളത്. ഇതാണ് വീടിൻ്റെ എൻട്രൻസ് ഡോറ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹാള്. നല്ല വീതി കൂടിയ ഒരു ഹാളാണ്. ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള ഷോക്കേസും കാര്യങ്ങളും എല്ലതും വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഹൈറ്റ് വളരെ നല്ല ഹൈറ്റാണ്. ഒരു 11 മുതൽ 12 അടി ഹൈറ്റുള്ള ഒരു വീടാണ് ഈ വീട്. അതേപോലെ ഈ ഭാഗം വന്നിട്ട് TV സെക്ഷനാണ്. ഇവിടെയാണ് TV യൂണിറ്റൊക്കെ വരുന്നത്. അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള വീടാണ് ഈ വീട്. മൊത്തം വന്നിട്ട് 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇവിടെ തന്നെ വന്നിരിക്കുന്നത്ര ചെറിയൊരു ഊഞ്ഞാല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂം ഉണ്ടെങ്കിലും ഈ 4 ബെഡ്റൂമിൽ ഈ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അതുകൊണ്ട് സ്റ്റെപ്പ് കയറി മേലെ പോകണം എന്നുള്ളതൊന്നും ഇല്ല. ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ തന്നെ 2 ബെഡ്റൂം വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂം കാണാം. നല്ല രീതിക്കുള്ള വലിയൊരു ബെഡ്റൂമാണ്. അതേപോലെ ഈ ബെഡ്റൂമിൽ ഇവിടുത്തെ കബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഡ്രസ്സ് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള സ്ഥലം സൗകര്യം ധാരാളം ഇവിടെയുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്.
കബോർഡ്സൊക്കെ നല്ല രീതിക്കുള്ള കബോർഡ്സാണ്. അതേപോലെ നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് ഫുള്ള് ടൈൽസൊക്കെ വന്നിട്ട് വുഡൻ ഫിനിഷിംഗ് ആണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉള്ള ഒരു ഡിസൈൻ ഇവിടെ കാണുന്നുണ്ട്. വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വന്നിട്ട് ഇവിടെയാണ് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും നല്ല രീതിക്കുള്ള സ്പേസിയസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. വീടിൻ്റെ ഹൈറ്റ് കാണുന്ന സമയത്ത് വലിയ ഹോട്ടലിലൊക്കെ പോയിരിക്കുന്ന രീതിക്കുള്ള ഒരു ഫീല് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ കോമൺ ബാത്റൂം വന്നിട്ട് ഇതാണ്. അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമായിട്ട് ഇവിടെയാണുള്ളത്. ഈ ഡോറൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതേസമയത്ത് ഈ കട്ടിലയൊക്കെ വന്നിട്ട് നല്ല വീതി കൂടിയ കട്ടിലയാണ്. നന്നായിട്ടുണ്ട്. എല്ലാവർക്കും അടിപൊളി വർക്കാണ്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇതിൽ കട്ടില കാര്യങ്ങൾ ഇട്ടിട്ടില്ല, എം ടി റൂമാണ്. ഇതിൻ്റെ കബോർഡൊക്കെ ഈ സൈഡിൽ കൂടിയാണ് വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ഈ ജനലൊക്കെ തുറന്നു വിടുമ്പോൾ തന്നെ ഇവിടെ നല്ലപോലെ കാറ്റുണ്ട്. നമ്മളുടെ ഇതിൻ്റെ അപ്പുറം നല്ല രീതിക്ക് വിട്ടിട്ടാണ് ബാക്ക് സൈഡ് മതിലൊക്കെ വരുന്നത്. അതുകൊണ്ട് ബാക്ക് സൈഡ് കാണുന്ന പ്രോപ്പർട്ടിയൊക്കെ ഈ പ്രോപ്പർട്ടിയിൽ പെട്ട പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം ഉള്ളത് ഇവിടെയാണ്. വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം ഇവിടെ. സോ എല്ലാ ബെഡ്റൂമും താഴ്ത്തന്നെ ആകണത് കൊണ്ട് നമുക്ക് വന്നിട്ട് എവിടേക്കാണ് പോകാനും വരണം വളരെ കൺവീനിയൻ്റ് ഉണ്ടാവും. അഥവാ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറണം പറയുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ അറ്റാച്ച് ബാത്റൂം ഈ ഭാഗത്താണ്. അതേപോലെ നമ്മുടെ ഈ വീതി കൂടിയ ഹാളിൻ്റെ ഇപ്പുറത്ത് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വരുന്നത്. നല്ല രീതിക്ക് ഒരു 6 പേര് കയറുന്ന ഭക്ഷണം കഴിക്കുന്ന രീതിക്കുള്ള വീതി കൂടിയ ഒരു ഡൈനിങ് ടേബിൾ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ഇവിടുത്തെ കബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെയാണ് അവിടെ വാഷ് ബേഷനൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് കിച്ചൺ ഏരിയയാണ് ഞാൻ പോകുന്നത്. നല്ല രീതിക്കുള്ള ഒരു കിച്ചൺ ഏരിയയാണ്. ഇവിടുത്തെ കബോർഡ്സൊക്കെ വന്നിട്ട് വളരെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. വീട് അധികമൊന്നും ചെയ്തിട്ടില്ല. മൊത്തം വന്നിട്ട് ഒരു 2 മുതൽ 3 വർഷം പഴക്കമേ ഉള്ളൂ. അതിൽ വന്നിട്ട് 1 വർഷം മാത്രമേ ഇവിടെ താമസിച്ചിട്ടുള്ളൂ. ഈ സെൽഫൊക്കെ വന്നിട്ട് നല്ല രീതിക്കുള്ള വീതിയുണ്ട്, ധാരാളം വീതിയുണ്ട്. അതേപോലെ വേണ്ട രീതിക്കുള്ള കബോർഡ്സൊക്കെ എല്ലാ ഭാഗവും വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്.
ഈ ഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള സെൽഫ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതേസമയത്ത് പാത്രം കഴുകുന്ന രീതിക്കുള്ള സൗകര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഇവിടെ. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ വഴി കൂടെ ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഇവിടെ തുണിയൊക്കെ കഴുകിയിട്ട് ഉണക്കാടുന്ന സ്ഥലം ഈ ഭാഗത്താണുള്ളത്. ഈ ഭാഗത്ത് വന്നിട്ട് മുകളിൽ ഫുള്ളി ഓടാണ് പതിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് ബാക്ക് സൈഡൊക്കെ നല്ല രീതിയിലുള്ള മതിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടിൽ 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് ഉള്ളത്. വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെള്ളാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അവിടെ നിന്ന് കഴിഞ്ഞ വഴിക്ക് ഇങ്ങോട്ടൊരു റോഡുണ്ട്. ഈ വഴി കൂടെ പോയിട്ട് ഈ റൈറ്റ് സൈഡ് കയറിയാളും നമ്മളുടെ പ്രോപ്പർട്ടിയിൽ കയറുന്ന ഇഞ്ഞൊരു വഴിയാണിത്. സോ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനത്തെ 2 എൻട്രൻസ് ആണ് ഉള്ളത്. ഏത് വണ്ടി വേണമെങ്കിലും വരാൻ പറ്റിയ രീതിക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ഈ വഴി കൂടെ കയറിയാൽ നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇവിടെ വന്നിട്ട് നിറയെ മരങ്ങളും ഗാർഡനിങ് അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ തൊട്ട് പുറകിൽ വന്നിട്ട് റബ്ബർ തൊടിയുണ്ട്. ഈ റബ്ബർ തൊടിയുടെ 2 സൈഡ് വന്നിട്ട് നിറയെ തേക്ക് മരങ്ങൾ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 50 തേക്ക് മരങ്ങളോളം ഇതിലുണ്ടാകും. അതുകൂടാതെ ഒരു 800ഓളം റബ്ബർ ട്രീസ് ഉണ്ട്. ഈ റബ്ബർ ട്രീസ് വന്നിട്ട് ഇനി വെട്ടാൻ തുടങ്ങിയിട്ടില്ല. റബ്ബർ മരങ്ങൾ പാലെടുക്കാൻ തുടങ്ങിയിട്ടില്ല. ആകെപ്പാട് ഒരു 6 മുതൽ 7 വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഇത് കാണുന്നത്. ഈ മേൽഭാഗം ഫുള്ളി ഒരു 800 റബ്ബർ മരങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ പഴയന്നൂർ ഭാഗത്താണ്. ഈ പഴയന്നൂർ എന്ന് പറയുന്നത് ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പെടുന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളുകളൊക്കെ ധാരാളം ഉള്ളതാണ്. അതേപോലെ ഈ പഴയന്നൂർ വന്നിട്ട് നല്ലൊരു ടൗണാണ്. ഇവിടെ എല്ലാവിധമായ അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും എല്ലതും ഉള്ളതാണ്. ഏത് സമയത്തും പോയിട്ട് വരാൻ നല്ല പാകമുള്ള റോഡ് സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ മൊത്തം ഒരു 30 സെൻറ്റ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചനായിട്ടുള്ള ഈ വീട് മാത്രം അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് 1,15,00,000 രൂപയാണ്. നോർമലി ഈ ഭാഗത്ത് 1 സെൻറ്റ് സ്ഥലത്തിന് വന്നിട്ട് ഒരു 1.5 മുതൽ 1.25 ലക്ഷം രൂപ റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഈ റോഡിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന സ്ഥലം 1.5 മുതൽ 1.25 ഇപ്പോൾ റീസെൻ്റ്ലി കച്ചവടം ആയിട്ടുള്ളത് എന്നാണ് അവർ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടി 1.15 പറഞ്ഞാലും ഇതിന് ചേർന്ന പോലെ മേലെ ഈ വീടിൻ്റെ പുറകുവശം ഒരു 3 ഏക്കർ 70 സെൻറ്റ് സ്ഥലത്തിൽ ഫുൾ ആൻഡ് ഫുൾ റബ്ബർ തൊടി വെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 800 മരങ്ങളോളം റബ്ബർ മരമുണ്ട്. ഇനി വെട്ടാൻ തുടങ്ങണേ ഉള്ളൂ. അതിൻ്റെ സൈഡിൽ കൂടെ 2 ബാർഡറിലായിട്ട് ഒരു 45 മുതൽ 50 തേക്ക് മരങ്ങൾ കൂടി അതിലുണ്ട്.
ആ പ്രോപ്പർട്ടിയും നമ്മുടെ ഈ വീടും മൊത്തം എടുക്കുകയാണെങ്കിൽ മൊത്തം വന്നിട്ട് 4 ഏക്കർ സ്ഥലത്തോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ടിരിക്കും. ആണ് ഈ 4 ഏക്കർ സ്ഥലത്തോട് കൂടിയിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഒരു ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് വന്നിട്ട് 2,30,00,000 രൂപയാണ്. അത് വീട് എടുക്കുന്നവർക്ക് അതും കൂടി ഒരു ഗുണമായിക്കോട്ടെ പറയുന്ന രീതിക്കാണ് ചെറിയൊരു പ്രൈസിൽ വേരിയേഷൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന് താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. ഈ പറഞ്ഞ പ്രൈസ് ഒന്ന് ഈ ഓണറായിട്ട് സംസാരിക്കുമ്പോൾ നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ചെറിയ നെഗോഷ്യബിളും കൂടി വരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.